السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു അമലാക്കി അള്ളാഹു ഇതിനെ മാറ്റിത്തരുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ 10 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. ഇനി അതിനുശേഷമുള്ള 3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يعبد الله ومن الناس من يعبد الله من يعبد الله على حرف فإن أصابه خير خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه
لبئس المولى ولبئس العشير. لبئس المولى ولبئس العشير. 11, 12, 13 ആയത്തുകൾ എന്ത് ചെയ്തു നമ്മൾ പാരായണം ചെയ്തു. ഇനി ഓരോന്നിന്റെയും വാക്കർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ നമ്മളോട് പറഞ്ഞു വെച്ചു. ഇതിൽ നമ്മൾ സൂറത്തുൽ ഹജ്ജ് തുടക്കം മുതലേ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന്റെ ഒരു റൂട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് പടച്ചോൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? വമിനന്നാസ് എന്ന് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞിട്ടാണ്? വമിനന്നാസ് അല്ലെ? എന്താണ് വമിനന്നാസിന്റെ അർത്ഥം? മനുഷ്യരിലുണ്ട്. അപ്പൊ മനുഷ്യരിലുള്ള ചില കൂട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വളരെ മനസ്സിലാക്കാൻ എളുപ്പമായ രീതിയിൽ അല്ലെ. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ നമ്മൾ പറഞ്ഞു. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി എന്ന് പറഞ്ഞിട്ട് വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ് നമ്മൾ പറഞ്ഞു. അങ്ങനെ തുടങ്ങി. പിന്നെ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ജനങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഓരോ മേഖലകൾ മനസ്സിലായില്ലേ? നമ്മളിലുള്ള ഓരോ കൂട്ടങ്ങൾ അള്ളാഹു ഇങ്ങനെ പറയാം. അടുത്തൊരു വിഭാഗത്തെ കൂടി പറയാൻ വമിനന്നാസ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? വമിനന്നാസ്, ജനങ്ങളിലുണ്ട് അല്ലെ. എന്താണ് ജനങ്ങളിലുള്ളത്? മൻ, മൻ ആര്? ഒരാള്. എന്താണ് അയാൾ ചെയ്യുന്നത്? കുറച്ച് ആളുകൾ എന്താ അവർ ചെയ്യുന്നത്? യഅ്ബുദുല്ലാഹ്, അവരെന്ത് ചെയ്യുന്നു? ഇബാദത്ത് ചെയ്യുന്നു. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരല്ലേ. എന്തൊക്കെ ഇബാദത്തുകൾ നമ്മൾ ചെയ്യല്? ഇപ്പൊ നമ്മളൊരു ഇബാദത്ത് ചെയ്തിട്ടല്ലേ വന്നത്? എന്താ? നിസ്കാരം അല്ലേ? അങ്ങനെ തുടങ്ങി കുറെ ഇബാദത്തുകൾ അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായ നമ്മൾ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാൽ എങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവരെ പറ്റിയിട്ടാ പറയുന്നത്? മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ആണ്. ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മറ്റൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് മൻ യഅ്ബുദുല്ലാഹ് എന്ന് പറയണ്ടല്ലേ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവർ. അപ്പൊ അങ്ങനെ പടച്ചോൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാരും ഇബാദത്ത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടല്ല? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? ചില ആളുകള് പള്ളിയിൽ ആരും ഇല്ലാന്ന് കണ്ടാ പെട്ടെന്ന് അങ്ങ് തീരും നിസ്കാരം. ബാക്കിൽ 2-3 ആളൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ ഭയങ്കര നീട്ടല. എന്തിന്റെ അടയാളാണ്? റിയാഇന്റെ അടയാളാണ് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന എന്താണെന്നറിയോ ഈ ഉമ്മത്തിൽ? അശ്ശിർക്കുൽ അസ്ഗർ. അതെന്താണ്? ചെറിയ ശിർക്കാണ്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിയാ. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമല്ലേ. എന്ത് ഇബാദത്ത് ആയിക്കോട്ടെ അത് പടച്ചവന് വേണ്ടിയാണ്. ഇവിടെ പറയുന്നത് അവര് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആ മനുഷ്യരെ ഇബാദത്ത് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. എന്നാൽ അവര് ഇബാദത്ത് ചെയ്യുന്ന അവരുടെ അവസ്ഥയാണ് പ്രശ്നം. അല ഹർഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താ? ഹർഫ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ഹർഫ് ഓതിയാൽ 10 നന്മ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ്സ് എന്നാണോ? അത് ഹുറൂഫ് അല്ലേ? ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം അല്ലെ. ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം പറയും. ഇവിടെ അക്ഷരമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ഇവിടെ പറയുന്ന ഹർഫ് എന്ന് പറയുന്നത് അറ്റം. ഒരു ഹർഫിൽ എന്ന് പറഞ്ഞാൽ ഒരറ്റത്ത്, ഓരത്ത് നിന്നുകൊണ്ട്. അതായത് അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, എന്നാൽ അവരെന്തിലുള്ളത്? ഒരറ്റത്ത് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പടച്ചോൻ പറയണേ ആ അറ്റത്ത് നിൽക്കുന്ന അവർക്ക് കടന്നു വരുന്ന അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും ഏതറ്റത്ത് അവരുള്ളത്. തുടരാം. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു, അങ്ങനെ അവർക്ക് വന്നെത്തിയാൽ അല്ലെ. അസാബഹു യുസീബു മാ അസാബ മിൻ മുസീബത്തിൻ അല്ലെ. മുസീബത്ത് എന്തെങ്കിലും ഒന്ന് അവരെ ബാധിച്ചാൽ എന്താണ് അവരെ ബാധിക്കുന്നത്? എന്തവരെ ബാധിച്ചാൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്.
ഖൈർ. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. ഫഇൻ അസാബഹു, അവർക്ക് വന്നെത്തിയാൽ, ശ്രദ്ധിക്കണേ, അവരെ ബാധിച്ചാൽ, എന്ത് ബാധിച്ചാൽ? ഖൈറുൻ, വല്ല നന്മയും. നന്മയായ കുറെ കാര്യങ്ങളുണ്ടല്ലോ. നല്ല സമ്പാദ്യം, നല്ല ആരോഗ്യം, അല്ലെ, നല്ല സമയം, നല്ല വീട്, നല്ല മക്കള്, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അങ്ങനെ നല്ല ഭക്ഷണം എന്ന് തുടങ്ങി കുറെ നല്ല കാര്യങ്ങൾ അവരിലേക്ക് വന്നെത്തിയാൽ, അല്ലെ, നമ്മുടെ ഇടയിലേക്ക് നമുക്ക് വരുത്തില്ലേ പടച്ചോനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാറുണ്ട്. അങ്ങനെ ഖൈറുകൾ ഒരാൾക്ക് നൽകിയാൽ, ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ, ഖൈറാണ് അയാൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവൻ എന്താകും? അടങ്ങും. അവൻ അടങ്ങുന്ന, അവനൊരു പ്രശ്നവും. അതായത് അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, അവന് ഖൈറാണ് വരുന്നെന്നുണ്ടെങ്കിൽ അവൻ അതിലൂടെ ഇങ്ങനെ പോകും, അവൻ അടങ്ങി അങ്ങ് ജീവിച്ചോളും. എന്നാലോ ഗൗരവമായിട്ടുള്ള അടുത്ത വിഷയം പറയാണ്, എന്നാൽ അവന് ബാധിച്ചാൽ, അല്ലെ, എന്നാൽ അവനെ ബാധിച്ചാൽ എന്ത്? ഫിത്നത്തുൻ, അവനെ ബാധിക്കുന്നത് ഫിത്തനയാണെങ്കിൽ, പരീക്ഷണമാണ് എന്നുണ്ടെങ്കിൽ എന്താ അവന് സംഭവിക്കാറിയോ? ഇൻഖലബ അലാ വജ്ഹിഹി. ഇൻഖലബ, ഖലബ എന്നല്ലാണ് ഇൻഖലബ വരുന്നത്. അവൻ മറിഞ്ഞു വീണു പോകും, അവനാകെ അവതാളത്തിലാകും, പ്രശ്നത്തിലാകും, കുഴപ്പത്തിലാകും. അവനെന്ത് ചെയ്യാൻ കഴിയില്ല? ഒന്നും താങ്ങാനൊന്നും കഴിയില്ല. രണ്ടവസ്ഥകൾ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ് അയാള്, എന്നാൽ ഒരു ഖൈറാണ് അവന് കിട്ടുന്നുണ്ടെങ്കിലോ അവൻ അതിലൂടെ ഇങ്ങനെ പോയിക്കോളും. എന്നാൽ പരീക്ഷണം വന്നാൽ, എന്തൊക്കെ പരീക്ഷണം വരാം, അല്ലെ? ഇന്ന് വലിയ സമ്പന്നനാണ്, നാളെ ഒന്നും ഇല്ലാത്തവനായിരിക്കും. ഇന്ന് രാത്രി കടന്നുറങ്ങുമ്പോൾ നല്ല ആരോഗ്യമുണ്ട്, രാവിലെ എണീക്കുമ്പോൾ ഒരാരോഗ്യമില്ല. ഇന്ന് മക്കള് ഏറ്റവും സാലിഹായ മക്കളാണ്, നാളെ നോക്കുമ്പോൾ മക്കൾ വഴിപഴിച്ചു പോയിട്ടുണ്ട്. കുടുംബം ഏറ്റവും നല്ല അവസ്ഥയിലാണ്, ഇന്ന് കുടുംബം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ലെവലുണ്ടോ? ഇല്ല. എന്ത് പരീക്ഷണം അയക്കാം. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നതല്ല, അള്ളാഹുവെ കഠിന പരീക്ഷണങ്ങളിൽ നീ എന്നെ കാത്തുരക്ഷിക്കണേ. നമ്മൾ ദുആ ചെയ്യണമെന്നാ, പടച്ചോൻ അതിൽ നമ്മൾ ഒഴിവാക്കി തരും. അള്ളാഹു കഠിന പരീക്ഷണങ്ങളിൽ നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ മറിഞ്ഞു പോകും. എങ്ങനെ? മുഖം കുത്തിക്കൊണ്ട്. അലാ വജ്ഹി, വജ്ഹ് എന്ന് പറഞ്ഞ മുഖാണല്ലോ. അവൻ മുഖം കുത്തിക്കൊണ്ട് മറിഞ്ഞു വീണു പോകും എന്ന് അള്ളാഹു പറയുന്നു. എവിടേക്ക് വീഴുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്? അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ വീണു പോകും. അങ്ങനെ പറഞ്ഞാൽ വിശ്വാസിയിൽ നിന്ന് അവിശ്വാസിയിലേക്കുള്ള ഒരു കടന്നുപോക്കാണ് അവനുണ്ടാകുക. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ കേട്ടൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അയാള് ഗൾഫിലെ കാർഗോന്റെ മേഖലയിൽ കുറേ വലിയ ഷോപ്പുകൾ ഉണ്ടായ ഒരു മനുഷ്യനാണ്. കുറേ ഷോപ്പുകൾ ഉണ്ട് അയാളുടെ കീഴിൽ. അയാളുടെ സ്വഭാവം പറയുന്നത് അയാളുടെ കീഴിൽ പണിയെടുത്ത ഒരാളും അയാളെ വിട്ടു പോകില്ല. കാരണം ആ രൂപത്തിൽ എന്ത് ചെയ്യും? അകമഴിഞ്ഞ് സഹായിക്കും. എത്രയോ യതീം മക്കളെ നോക്കും, എത്രയോ കുടുംബങ്ങളുടെ മുഴുവൻ ചെലവും ഏറ്റെടുത്ത് നടത്തും. ആ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതം ഇങ്ങനെ നൽകി കയ്യിലുള്ളതെല്ലാം നൽകി മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ അവസാനം ഇൻഖലബ അലാ വജ്ഹി, പെട്ടെന്ന് അള്ളാഹുവിനെ ഇബാദത്തിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോയി. പിന്നീട് അയാളെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? ആദ്യം അവിശ്വാസിയായി, എങ്ങനെ? ഒരു കാഫിറായിട്ട് അയാൾ മാറി, ശബരിമലക്ക് പോയി, ആ രൂപത്തിൽ അമ്പലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി, ആ രൂപത്തിൽ അവിശ്വാസത്തിലേക്ക് അയാൾ എത്തി. എന്നിട്ടോ അതിൽ നിന്നും മാറി യുക്തിവാദം, ഭൗതികവാദം എന്ന് പറഞ്ഞിട്ട് മറ്റു പലതിലേക്കും പോയി. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മളിങ്ങനെ വീഴൂല എന്നാണ് നമ്മൾ കരുതുക. അതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ എല്ലാ വക്തിയും നിസ്കാരവും ഖുർആൻ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ കരുതും നമ്മളിങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തൂല എന്ന്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ പൂർണ്ണമായി അങ്ങനെ വിശ്വസിച്ച് നടക്കണ്ട. അങ്ങനെ നിൽക്കാനുള്ള, അതായത് ഈ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള, മയ്യഅ്ബുദുല്ലാ എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കാനുള്ള പണികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിൽ നിന്ന്
പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റിന് വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കാറുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അത് ആഖിറത്തിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ലാഭം ഉറപ്പല്ലേ? ഇന്ന് നമ്മൾ ഖുർആനിന്റെ മേഖലയിൽ എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ, ഖുർആൻ പഠിക്കാൻ കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഖുർആൻ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചാൽ അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന്റെ ലാഭം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് കിട്ടും. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ മയ്യ അബ്ദുള്ള, അള്ളാഹിനെ ആരാധിക്കുന്നവരാണ് അവർ. എന്നാൽ പരീക്ഷ വന്നാൽ തോറ്റുപോകും. എന്നാൽ ഖൈറാണെങ്കിലോ തിന്നും കുടിച്ചും സുഖിച്ചും ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ജീവിതത്തിൽ കടന്നു വന്നാലും എന്ത് ചെയ്യേണ്ടതുണ്ട്? മയ്യ അബ്ദുള്ള, അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുണ്ട്. അതിനൊറ്റൊരു വാക്യം നമ്മൾ പറയുന്നുണ്ടു, അല്ലദീന ഇദാ അസാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പടച്ചോൻ പറയണത്? സിമ്പിളായിട്ട് പടച്ചോൻ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്താ വന്ന്, നിങ്ങൾക്ക് മുസീബത്ത് വന്നോ, പ്രശ്നം വന്നോ, നിങ്ങൾ പറ ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. ഇല്ലേ? നമ്മളൊക്കെ പടച്ചോനല്ലേ ഇങ്ങോട്ടൊക്കെ അയച്ചത്. അവൻ തന്നെ നമ്മളെ കുട്ടിയും കൊണ്ടുപോലെ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ അവനിലേക്കാ പോണ്ടത്. അപ്പൊ ഇന്ന് ഈ ദുനിയാവിൽ നമ്മൾ എടുക്കേണ്ടതൊക്കെ നാളെ നമ്മൾ മടങ്ങിപ്പോകുന്ന അള്ളാഹുവിന് വേണ്ടിയാകണം. അങ്ങനെയാണെങ്കിൽ എന്ത് ബാധിച്ചാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, എന്ത് മുസീബത്ത് കടന്നു വന്നാലും പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ മറ്റു ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളായി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു പോകും? പതറിപ്പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഇവരുടെ ഒരു നഷ്ടത പറ്റിയിട്ട് പടച്ചോൻ പറയാ, അത് വല്ലാത്തൊരു നഷ്ടമാണ്. എങ്ങനത്തെ നഷ്ടം? ഖസിറ ദുനിയ, അവർക്ക് നഷ്ടപ്പെട്ടു. എന്ത്? ദുനിയാവ് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ആയി നീ വെച്ചിട്ട് നീ അല്ല ദുനിയാവിൽ സുഖത്തിലാ നീ കരുതണ്ട. ദുനിയാവ് നഷ്ടപ്പെട്ടു, കൊടുക്കൂല പടച്ചോനെ. പിന്നെയോ വൽ ആഖിറ നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ജനിച്ചു വീണ് മരണം വരെയുള്ള ജീവിതമല്ലേ ഈ ദുനിയാവിലുള്ള ജീവിതം, അല്ലെ? ഈ ഇഹലോക ഐഹിക ജീവിതം. പിന്നെന്താ ഉള്ളത്? അതിനുശേഷം ഒരു ബർസഖ്, പിന്നെ മഹ്ശറയിലേക്ക് പോക്ക്, ഉഖ്റവിയായ ജീവിതം. ഇത് രണ്ടല്ലേ ഒരു മനുഷ്യനുള്ളൂ, അല്ലെ? ഇതന്നെയല്ലേ പടച്ചവന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്? ദുനിയാവ് ആഖിറം. ദുനിയാവ് നന്നാക്കിയാൽ ആഖിറത്തിൽ നൽകാം. അതിനാ നമുക്ക് ദുനിയാവ് അള്ളാഹു നൽകിയത്. ഖസിറ ദുനിയ വൽ ആഖിറ. ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ പറയുന്ന ജനവിഭാഗത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പെട്ടുപോകാൻ പാടില്ല. ഏറ്റവും വലിയ പരീക്ഷണം കടന്നു വരും, നമുക്ക് ഒരാൾക്ക് ഒന്നും തടയാൻ കഴിയില്ല, അല്ലെ? അതാണ് എല്ലാ നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നത്, അല്ലാഹുമ്മ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലെ? പടച്ചോൻ നമ്മളിലേക്ക് എന്തെങ്കിലും എത്തിക്കാൻ ഉദ്ദേശിച്ചു അത് എത്തിക്കാൻ തന്നെ ചെയ്യും. വേറെ ആര് വിചാരിച്ചാൽ തടയാൻ കഴിയില്ല എന്നാണ് പറയുന്ന നമ്മൾക്ക് അത് മനസ്സറിഞ്ഞ് പറയാൻ കഴിഞ്ഞാൽ, നല്ല ആരോഗ്യത്തോടു കൂടി നടക്കാൻ കഴിയുന്ന ഒരാള് കിടന്നുപോയാലും അവൻ പറയും അൽഹംദുലില്ലാഹ്. സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടി നടന്ന ഒരാള് ഒരു ദിവസം കൊണ്ട് ഒന്നുമില്ലാത്ത പാപ്പരായി, അപ്പോഴും അവന് പറയാൻ കഴിയും അൽഹംദുലില്ലാഹ്. കുറെ സമ്പത്തുള്ളപ്പോ ഒന്നാമത്തെ സഫിലുണ്ട്, പൈസയുമില്ല, കടം കയറി, വീടില്ല, നാടില്ല, ജപ്തിയായി, അങ്ങനെ പറഞ്ഞിട്ട് ജീവിതത്തിന്റെ ഒരു പരീക്ഷണ ഘട്ടത്തിലേക്ക് ഒനങ്ങെത്തിയാൽ പിന്നെ പള്ളിയിലില്ല. അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഖസിറ ദുനിയ വൽ ആഖിറ, അവന് നഷ്ടപ്പെട്ടു എന്ത്? ദുനിയാവും പിന്നെ ആഖിറവും. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അത് തന്നെയാണ് ഖുസ്റാൻ, ശരിയായ നഷ്ടം എന്ന് പറയണത്. എങ്ങനെയുള്ള? അൽ മുബീൻ, വ്യക്തമായ നഷ്ടം. നിങ്ങൾ നഷ്ടക്കാരാകുന്നത് എപ്പോഴാണ്? ഈ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ്. നമ്മൾ കറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? പിന്നീട് നമ്മൾ പറഞ്ഞു നമ്മളിലേക്ക് ഖൈറുകൾ കടന്നു വരുന്നില്ലേ? ഉണ്ട്, ഖൈറുകൾ എല്ലാ നിമിഷവും നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്.
ആ സമയത്ത് നമ്മളിങ്ങനെ പോകുന്നുണ്ട്, നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത്, എന്തായാലും ഞാൻ നിസ്കാരം ഉണ്ട്, എന്തായാലും എനിക്ക് തഹജ്ജുദ് ഉണ്ട്, എന്തായാലും ഞാൻ സദഖ നൽകുന്നുണ്ട്. അനക്കും ജീവിതത്തിൽ ചില സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷണം കടന്നു വന്നിട്ടുണ്ട്. അന്ന് ഞാൻ എന്താ ചെയ്തത്? അന്ന് ഞാൻ നമസ്കരിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ സദഖ നൽകിയിട്ടുണ്ടോ? അന്ന് ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദുനിയാവും ആഖിറവും ഇല്ലാത്ത പിന്നെന്തിനാ നമ്മൾ ജീവിക്കുന്നത്? അല്ലേ? ദുനിയാവില്ല ആഖിറവും ഇല്ല, പിന്നെന്താ അർത്ഥമാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരർത്ഥവുമില്ല. അതാണ് മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ സ്പഷ്ടമായ അൽ ഖുസ്റാൻ, അല്ലെ? ഖസ്ർ, അൽ ഖുസ്റാൻ, നഷ്ടം. ശരിയായ നഷ്ടക്കാർ അവരാണ്. സഹോദരന്മാരെ നമ്മൾ ഈ നഷ്ടക്കാരിൽ പെടാൻ പാടില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു, അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. യദ്ഉ മിൻ ദൂനില്ലാഹ്, ഓതിക്കോ. യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹു വമാ ലാ യൻഫഉഹു ذلك هو الضلال البعيد. ذلك هو الضلال البعيد. യദ്ഉ, ദഅ, യദ്ഉ അവൻ വിളിക്കുന്നു, അല്ലേ? ദഅ, അല്ലേ? വിളിക്കുന്നു. യദ്ഉ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമേ. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമേ. എങ്ങനെയുള്ളതിനാന്നറിയാം അവൻ വിളിക്കുന്നത്? അല്ലാഹുവിനു പുറമേ അവൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാണ്. അവരുടെ എന്താണ് അവരുടെ അവസ്ഥ എന്ന് പറയാണ്. മാ ലാ യദുർറുഹു, അവനെ ഉപദ്രവിക്കാൻ കഴിയാത്ത ഒന്നിനെ. മാ ലാ യദുർറുഹു, അവന് ഉപദ്രവം ചെയ്യാത്തതിനെ. എന്നാലോ വമാ ലാ യൻഫഉ, ഒരു മൻഫഅത്തും ഇല്ല. എന്താനും എന്താ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ? ഉപകാരം. ഒരു ഉപകാരവും ഇല്ല. ഉപദ്രവം ഉണ്ടോ? ഉപദ്രവിക്കാൻ കഴിയോ? കഴിയില്ല. എന്നാൽ എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിയോ? അതുമില്ല. അത് തന്നെയാണ് എന്ത്? ളലാൽ, വഴികേട്, വഴിപിഴവ്. അത് തന്നെയാണ്. അള്ളാഹുവിന് പുറമെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അതാണ് വലാലത്ത്. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതെന്താ? പടച്ചോനെ വിളിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ബാക്കിയുള്ളവരെയും വിളിച്ചാൽ എന്താ എന്ന് പറയുന്നാൽ നമ്മൾ എന്ത്? മുശ്രിക്ക്, അല്ലേ? മുശ്രിക്ക്, അല്ലേ? മക്കയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് ആരുണ്ടായത്? മക്കയിൽ മുശ്രിക്കീങ്ങളാണ്, അല്ലേ? ആരാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അത് അല്ലാഹുവാണ്. എന്നാൽ അല്ലാഹു മാത്രമാണ് എന്നുള്ളതിൽ അവർ പരാജയപ്പെട്ടു. യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവരോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ പ്രാർത്ഥിക്കുന്ന ഇത് ആരോടാണോ? മാ ലാ യദുർറുഹു, ഒരു ഉപകാരം, ഒരു ഉപദ്രവമോ, വമാ ലാ യൻഫഉഹു, ഒരു ഉപകാരമോ ചെയ്യാൻ കഴിയില്ല. ദാലിക ഹുവ വലാലുൽ ബഈദ്. ബഈദ് എന്ന് പറഞ്ഞാൽ വിദൂരമായതാണ് കേട്ടോ. വിദൂരമായ വലാലത്താണ്, വഴികേടാണ് എന്ന് അല്ലാഹു വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ വ്യക്തമായി നമുക്ക് തെളിയിച്ചു തന്നില്ലേ? എന്താ ചെയ്തത്? എല്ലാവരും ഉത്സവത്തിന് പോയ സമയം പോയിട്ട് എന്ത് ചെയ്തു? എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചു കളഞ്ഞു. വലിയൊരു വിഗ്രഹമുണ്ട്, അതിന്റെ മുകളിൽ കൊളുത്തി വെച്ചു. എന്താ വെച്ചാ പറയട്ടെ, നാട്ടുകാർ വരുന്നുണ്ടല്ലേ, ആരാ ഇത് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ ഉണ്ടായെന്ന് അറിയുന്നത് അവിടെയുള്ള കുറച്ച് ആളുകൾ പറഞ്ഞതാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാൾ അതിൽ കൂടി പോകണ്ടായിരുന്നു.
അങ്ങനെയാണ് ഇബ്രാഹിം, നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടോ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, ഇതൊക്കെ കാണും നിങ്ങളെ ദൈവം ഉണ്ടല്ലോ, ചോദിക്കും നിങ്ങളെ. അവിടെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠതല്ലേ എന്തൊക്കെ ഉപദ്രവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല, കഴിയൂല. എന്നാൽ ഇതാരാ ചെയ്തെന്ന് പറഞ്ഞൊരു ഉപകാരം ചെയ്യാൻ കഴിയോ? അതുമില്ല. ആ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ അറിയോ? ഇത് കേട്ടിട്ട് ചില ആളുകൾക്ക് എന്തായി, ബോധം വന്നു. എന്ത്? അത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ. എന്നാൽ ഒറ്റൊരു സെക്കൻഡ് കൊണ്ട് അവർ തിരിഞ്ഞു നിന്നപ്പോ എതിരെ നിൽക്കുന്ന ഇബ്രാഹിമാണ്. അപ്പൊ ഇബ്രാഹിമിന്റെ അടുത്ത് നമ്മൾ തോക്കാൻ പാടില്ല. അപ്പോ യഥാർത്ഥ ബോധം വന്ന അവർ അതിനെ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും പറയാന്ത്, അതങ്ങനൊന്നുമല്ല, അതങ്ങനെ പറയൊന്നുമില്ല, ചെയ്തത് നീ തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അവര് അവിശ്വാസത്തിലേക്ക് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയാ, ചരിത്രത്തിൽ അള്ളാഹു എല്ലാവർക്കും ഒന്നും മാറാണ് തൗഫീഖ് കൊടുക്കൂല. മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് ഖുർആൻ ക്ലാസ്സിന് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോൻ തന്ന വലിയ തൗഫീഖാണ്. ആ ബോധം എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല. ചില ആളുകൾക്ക് ആ ബോധം അള്ളാഹു നൽകും, പെട്ടെന്ന് അത് കളഞ്ഞു പോകും. ജുമാ ഖുതുബയിൽ കേട്ടു നമസ്കാരത്തെ പറ്റിയിട്ടും ഖുർആനിനെ പറ്റിയിട്ടും വല്ലാത്ത ഫിക്ർ നമുക്ക് തോന്നും. ജുമാ ഖുതുബ കഴിഞ്ഞ് ഡോറൊന്ന് തുറന്ന് പുറത്തേക്ക് പോയാൽ നമ്മൾ വീണ്ടും എത്തി വേറെ ഹാരിലേക്ക്. നമ്മൾക്ക് എന്താ നിലനിൽക്കാൻ കഴിയാത്തത്? തൗഫീഖ് ഉണ്ടാകുന്നില്ല, നമുക്ക് തൗഫീഖ് ലഭിക്കണില്ല. അതെന്ത് ചെയ്യണം? ചോദിച്ചു വാങ്ങണം. ആരോട്? ആരാത് നൽകേണ്ടത്? അള്ളാഹുവിനോട് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം, അള്ളാഹു പറയാണ്, അവരെന്ത് ചെയ്തു പോയി? ഇൻഖലബ അലാ വജ്ഹി, സത്യനിഷേധത്തിലേക്ക്, അല്ലെ, അവിശ്വാസത്തിലേക്ക് മുഖം കുത്തി വീണുപോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിന് ദുനിയാവുമില്ല ആഖിറവുമില്ല. അത് തന്നെയാണ് യഥാർത്ഥ നഷ്ടം. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിരുന്ന് ആര് പുറത്തു പോകുന്നുവോ അതാണ് യഥാർത്ഥ നഷ്ടം. ഇതൊന്നുമില്ല, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ആരോടാ പറയുന്നത്? നമ്മൾ ആലോചിക്കണേ. ആരോടാണ്? ഇന്നത്തെ മുശ്രിക്കീങ്ങളും മക്കാ മുശ്രിക്കീങ്ങളോട് ആര് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരിൽ പലർക്കും? അതിനെ ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. ഇതാണെന്ത്? ശരിയായ വഴികേട് എന്ന് പറയുന്നത്, വഴിപിഴവ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്യൂട്ടി എന്താ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കാ മുശ്രിക്കീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾക്കുണ്ട് ഉത്തരവാദിത്തം. നമ്മളെപ്പുറം അടുത്തിങ്ങനെ എപ്പോഴും ഒപ്പരം നടക്കുന്നുണ്ട്, കൂടെ കൊണ്ടുപോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ബന്ധമാണ്, അത് നിലനിന്ന് പോയിക്കോട്ടെ. നമ്മൾ തമ്മിലുള്ള ബന്ധം ആ രൂപത്തിലുള്ളതല്ല. ചില ആളുകളുടെ കാരണം അതാണ്. ദഅവത്ത് ചെയ്യുന്നതില്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതില് നമ്മുടെ ബന്ധം അങ്ങനെയുള്ള ഒരു ബന്ധമല്ല. അങ്ങനെ ഒന്നുള്ള ചർച്ച നമ്മുടെ ഇടയിലില്ല. നമ്മൾ വേറെ ടീമാണ്, നമ്മൾ വേറെ ചർച്ചയാണ്. ഒരു മുസ്ലിമാണോ? നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണോ? നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൂടെ കഴിയുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബം, നമ്മൾ എന്ത് ചെയ്യണ്ട? എഴുതിയിട്ട് അങ്ങ് ഒപ്പിടേണ്ട. എന്ത്? ഇവരൊന്നും നന്നാവൂല. ഒരു ലിസ്റ്റ് എടുക്കുമ്പോ ആരും നമ്മുടെ ലിസ്റ്റിൽ കയറൂല. ദാവത്ത് ചെയ്യേണ്ട ഒരു ലിസ്റ്റ് എടുക്കുമ്പോ ആരും നമ്മുടെ ലിസ്റ്റിൽ കയറൂല. എന്താ? ഓനൊന്നും നന്നാകൂല, ഓനൊന്നും ശരിയാകൂല, ഓനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് റസൂൽ ഇത് ആരോടാ പറഞ്ഞത്? മക്കാ മുശ്രിക്കീങ്ങൾ, അല്ലേ? അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യദ്ഉ ലമൻ ളർറുഹു അഖറബു മിൻ നഫഇ ലബിഅസൽ മൗലാ വലബിഅസൽ അശീർ. അതായത് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരലോകത്തെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണെന്നറിയോ? യദ്ഉ, അവൻ വിളിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലേ യദ്ഉ. വീണ്ടും അള്ളാഹു പറയാ, യദ്ഉ, അവൻ വിളിക്കുന്നു.
ലമൻ ലർറുഹു, ലമൻ ഒരുവനെ, യാതൊരുവനെ. എങ്ങനെയുള്ള ലർറുഹു അഖറബു മിൻ നഫ്ഇ, ലർറുഹു അവന്റെ ഉപദ്രവം, അഖറബു കൂടുതൽ അടുത്തതാണ്, മിൻ നഫ്ഇ അവന്റെ ഉപകാരത്തെക്കാൾ, ഉപകാരത്തെക്കാൾ കൂടുതൽ എന്താണ്? ഉപദ്രവമാണ്. ലബിസൽ മൗല, ലബിസൽ എത്ര ദുഷിച്ചത്, എത്ര മോശപ്പെട്ടത്, അൽ മൗല എന്താ മൗല എന്ന് പറഞ്ഞാൽ? വലിയ, മൗല സഹായി, സഹായകൻ, രക്ഷകർത്താവ്, യജമാനൻ. വലബിസൽ അശീർ എത്ര മോശം സഹായി അവനുള്ളത്, എത്ര മോശം കൂടപ്പിറപ്പാൻ അവനുള്ളത്. വലബിസൽ അശീർ എത്ര ദുഷിച്ച അൽ അശീർ കൂട്ടുകാരനാണ്. അഷർ അശീർ എത്ര മോശം ദുഷിച്ച കൂട്ടുകാരാണ് അവനുള്ളത്. പണ്ഡിതന്മാരെ ഇതിന്റെ വിശദീകരണത്തിൽ പറയാണ്, പരലോകത്തുനിന്ന് ഒരാള് വിളിച്ചു പറയുന്ന അവസ്ഥയാണ്. ദുനിയാവില് അവൻ ചെയ്തതിന്റെ പേരിൽ അവൻ വിളിക്കുന്ന ഒരവസ്ഥയാണ്. എന്താ പറയുന്നത്? ഏതൊരുത്തനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തെക്കാൾ അടുത്ത് നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ തന്നെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവൻ എത്ര ചീത്ത സഹായി, എത്ര ചീത്ത കൂട്ടുകാരനാണ്. ഇന്ന് നമ്മളൊന്നും വേണ്ട സഹോദരന്മാരെ, നമ്മള് കുറേ ഒന്നും ആലോചിക്കണ്ട. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു 2-3 വീടുകൾ അല്ലെ, ആ വീട്ടിലുള്ളവരെ നമുക്കറിയാം. ഒന്ന് പരിശോധിച്ചു നോക്ക്, ആരെയാ അവര് വിളിക്കണത്? ഖബറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് 2 കൈകൾ ഉയർത്തിട്ട് പ്രാർത്ഥിക്കാണ്. ആരോട്? തങ്ങൾമാരുടെ അടുത്തേക്കും വലിയകൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നു. ആരെ മാറ്റി വെച്ചിട്ട്? പടച്ചോനെ മാറ്റി വെച്ചിട്ട്. എങ്ങനെ കഴിയണതില്ലേ? എത്ര മോശം സഹായിയാണ് അവർ കൂടെ കൂട്ടിയിട്ടുള്ളത്, എത്ര മോശം കൂട്ടുകാരനെയാണ് അവരാക്കി വെച്ചിട്ടുള്ളത്. ഒരു വിലാപമാണ്. ഇത് എവിടുന്നറിയണ്ടാകുക? പരലോകത്ത്. പിന്നൊരു ചാൻസ് ഉണ്ടോ? പിന്നൊരു ചാൻസ് ഉണ്ടോ? നമ്മള് കുറെ കേട്ടിട്ടില്ലേ, പരലോകത്ത് പടച്ചോനെ ഒന്ന് തിരിച്ചു വരട്ടെ എന്നുള്ള ചാൻസ് ചോദിക്കുന്ന ഒരവസ്ഥ. എന്നാൽ നമ്മൾ ജീവിതം കൊണ്ട് അതൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പരലോകത്ത് മഹ്ശറ എന്ന് പറയുന്ന വൻസഭയിൽ വിചാരണയുടെ വേളയിൽ നമ്മൾ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളെ ശരിക്കും അങ്ങ് വിചാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ മണം പോലും അവന് ലഭിക്കൂല. അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായാൽ ഓനെന്ത് ചെയ്യാം? രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോവാന്നാ പടച്ചോൻ തന്നെ പറയണത്. ആ സമയത്ത് ആ മഹ്ശറ എന്നുള്ള വൻസഭയിൽ പലതരത്തിലുള്ള വിളിയാളങ്ങളുണ്ട്. ഓരോ കൂട്ടരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അത് ആ കൂട്ടർ അങ്ങോട്ട് പോട്ടെ, ഈ കൂട്ടർ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഒരു വല്ലാത്തൊരു ലോകമാണ് മഹ്ശറ എന്ന് പറയുന്ന വൻസഭ. അല്ലാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നിന്നിട്ട് പടച്ചോനോട് കെഞ്ചുകയാണ്. എന്താ കെഞ്ചുന്നത്? പടച്ചോനൊന്ന് വിട്ടുതരൂ, ഒന്നൊന്ന് പോകട്ടെ, ഒന്ന് ആ ഒരു കെഞ്ചുന്നൊരവസ്ഥ. ഈ ദുനിയാവിൽ ഖുർആൻ ക്ലാസ്സിന് വരാൻ നമ്മളോട് എത്ര ആളുകൾ പറഞ്ഞ് വിളിച്ച് പറക കൂടിയിട്ടുണ്ട്. നമസ്കാരത്തിന് എല്ലാ വക്തിനും ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരാൻ എത്ര ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കച്ചവടം ചെയ്യുമ്പോ യഥാർത്ഥ മാർഗത്തിൽ നീ കച്ചവടം ചെയ്യുന്ന എത്ര പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാപ്പയും ഉമ്മയും ജീവിതത്തിന്റെ എത്ര നിമിഷങ്ങളിൽ നമ്മളോട്, മോനെ മോളെ നീ നല്ലൊരു ജീവിതം നയിക്ക്, നീ ഒന്ന് നന്നാക്, നീ ഒന്ന് അള്ളാഹുവിനനുസരിക്ക്, നീ അയൽവാസിയോട് നല്ലോണം പെരുമാറ്, നിന്റെ മക്കളെ നീ നല്ല രീതിയിൽ നോക്ക്, നീ നിന്റെ ഭാര്യയോട് നല്ല രീതിയിൽ വർത്തിക്ക് എന്ന് എത്ര ഈ ദുനിയാവിൽ നമ്മളോട് കെഞ്ചി കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ കെഞ്ചും നാളെ ആരോടെന്നറിയോ? അള്ളാഹുവിനോട്. ഒന്ന് വിട്ടുക പടച്ചോനെ. അതൊരു വിലാപമാണ്. ആ വിലാപത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ആ പരീക്ഷണത്തിന്റെ ഒരു കടുപ്പം എന്താണെന്നറിയോ? അതിൽ നിന്നൊരു തിരിച്ചുവരവില്ല. അതിൽ നിന്നൊരു തിരിച്ചുവരവില്ല എന്നാ അതിന്റെ ഏറ്റവും വലിയൊരു ഭീകര രൂപം നമ്മൾ കണ്ടറിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നും ഉറങ്ങുകയാണ്, നമ്മൾ ഇന്നും ആഘോഷത്തിലാണ്, നമ്മൾ ഇന്നും പല തിരക്കിലാണ്. എപ്പോൾ മാറ്റിവെക്കും? എന്ന് അള്ളാഹുമായി നമ്മൾ അടുക്കും? മരണം നമ്മളിലേക്ക് എത്തുന്ന നേരം, തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ പിന്നെ കാര്യമുണ്ടോ?
പിന്നെ കാര്യമില്ലല്ലോ. മലക്ക് പിറകിൽ വന്നിട്ട് അടിച്ചാൽ ഇതുണ്ടായിരിക്കും നമ്മുടെ അവസ്ഥ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് അള്ളാഹുവിനെ അല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ മറ്റാരെങ്കിലും കാര്യകർത്താവാക്കി നമ്മൾ മുന്നിൽ വെച്ചുവോ, ഖസിറദ് ദുനിയാ വൽ ആഖിറ ذلك هو الخسران المبين ذلك هو الضلال البعيد لبئس المولى ولبئس العشير. എത്ര ദുഷിച്ച സഹായിയാണ് ഞാൻ കൂടെ കൂട്ടിയത്, എത്ര ദുഷിച്ച സുഹൃത്തുക്കളെയാണ് ഞാൻ കൂടെ കൂട്ടിയത്. പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇത് ദുനിയാവിൽ മോശം കൂട്ടുകെട്ടിനെ, മോശം ചങ്ങാതിയെ കൂടെ നടന്ന് വഷളായി വഴിതെറ്റിപ്പോയവരുണ്ടല്ലോ, അവരും വിലപിക്കും ഇത് പറഞ്ഞുകൊണ്ട്, ഞാൻ എന്തിനാ അവനെ കൂട്ടിയത്, ഞാൻ എന്തിനാ അവന്റെ പുറം നടന്നത്. ഇന്ന് പലതും നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് അത് പറഞ്ഞിട്ടാണ്. ഞാൻ അവന്റെ കൂടെ ആയിക്കൊണ്ടല്ലേ, അത് ഞാൻ ആ പരിപാടിക്ക് പോയത് അവൻ പോയോണ്ടല്ലേ, അത് ഞാൻ പോയത് ആ വീട്ടിൽ പോയോണ്ടല്ലേ. പരലോകത്ത് അതിൻ്റെ പേരിൽ നമ്മൾ വിലപിക്കുന്ന ഒരവസ്ഥ, പിന്നെ അതിൽ നിന്നൊരു മോചനം ഇല്ലാന്ന് ഉള്ള ബോധം ഇന്ന് നമുക്കുണ്ടായാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. നാളെ അത് ഉണ്ടാകുമെന്ന് കരുതിയാൽ നാളെ ഈ ദുനിയാവിലെ നമ്മൾ ഉണ്ടാവില്ല. അല്ലാഹു അലം. അള്ളാഹു മാറാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഇതില് തജ്വീദ് നിയമങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, തുടക്കത്തിൽ നമ്മൾ ഓതുമ്പോൾ തന്നെ പല ആളുകൾ ശ്രദ്ധിച്ചില്ല, അല്ലേ? എന്താ നിയമം? ലോകത്തെല്ലാവർക്കും അറിയുന്ന നിയമമാണത്. ലോകത്തെല്ലാവർക്കും അറിയുന്ന നിയമമാണ്. എന്താണ്? നൂനിനോ അല്ലെങ്കിൽ മീമിനോ ആര് വന്നാൽ, ഷദ്ദ് വന്നാൽ എന്ത് ചെയ്യണം? മണിച്ചോദണം. പറയാൻ നമ്മൾ ഉഷാറാണ്, ഒരു കുട്ടി മണിക്കൂല, ഒരു കുട്ടി പൊന്നയൂല. വമിനന്നാസ് ഓതാൻ പോകുമ്പോൾ തന്നെ മയ്യാബത്തുള്ളൂ. ഒന്നാമത് ഞാൻ പറയട്ടെ, സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ഒന്നാമത് വല്ലാത്ത ബേജാറാണ് ഇത്. നിങ്ങളെന്തോ ഇത് തെറ്റിച്ചാൽ കഴുത്തിലെന്തോ കത്തി വെച്ച പോലെയാണ് കുറെ ആളുകൾ പോകുന്നത്. പൊതുവെ നമ്മൾ പാരായണം തെറ്റുന്ന എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടെ. വമിനന്നാസ് എന്നുള്ളത് ഈ സീന് കാണുന്നതിന് മുന്നേ നമ്മളെ കണ്ണ് മീമിലേക്ക് പോകും. അടുത്ത് 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 നിങ്ങൾ നോക്കിയതൊന്നും നന്നാക്കി മനുഷ്യന്മാർ, എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം. വമിന നാസ് കഴിഞ്ഞിട്ടല്ലേ മഞ്ഞ് പറഞ്ഞിട്ടുള്ളൂ. അല്ല വമിന എന്നാണോ നിങ്ങൾ കാണുന്നത്? ഇല്ല, നാസ് മുക്കി പോകല്ലേ. ബേജാറില്ലാതെ ഓതുക. അങ്ങനെ ആകുമ്പോഴാണ് എന്താണെന്നറിയോ ഈ തജ്വീദ് വരുള്ളൂ. നിങ്ങളൊക്കെ എനിക്കറിയാം, തജ്വീദ് പഠിച്ചവരല്ലേ നിങ്ങൾ, പഠിക്കാൻ തുടങ്ങിയവരല്ലേ നിങ്ങൾ, പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. കുറേ തജ്വീദ് നിയമങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇതൊന്നും കൊണ്ടുവരാൻ കഴിയാത്തത്? ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഇത്, സൂറത്തുൻ നബയിലെ 1-ാമത്തെ ആയത്ത്. ഏത്? അമ്മ യതസാഅലൂൻ, അല്ലേ? അങ്ങനല്ലേ നമ്മൾ ഓതേണ്ടത്. എന്നാൽ അമ്മ യതസാഅലൂൻ ഓതും. എന്തിനാ? അടുത്ത ആയത്ത് അനിൻ നബയിൽ അദീം തന്നെയല്ലേ? അത് നാട് വിട്ടുണ്ടോ? അടുത്തന്നെ ഇല്ലേ? അനിയന്നല്ലേ? ഇനി ഒറ്റയടിക്ക് അലം നജിഅ മിഹാദ എത്തിപ്പോകോ? പേടിച്ച് 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 ഓതുക. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാ, എന്താ ആരും ഓതിയിടാത്ത ഗ്രൂപ്പില്? എന്താ ആരും ഓതിയിടാത്ത ഗ്രൂപ്പില്? ഞാൻ ഓന്നിട്ട് എന്താ വിചാരിക്കുക, ഞാൻ 1-ാം സഫിൽ ഇപ്പോഴും വന്നിരിക്കുന്ന ആളല്ലേ. അയ്യേ ഹജ്ജോ തങ്ങനെ പിന്നെ എന്താ ഇങ്ങനെ കൊണ്ട് പറ്റുക? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നൂനിനും മീമിനും മുകളിൽ ഷദ്ദ് കണ്ടാൽ മണിക്കണം. അതിന് നീ ഒന്നും ഒരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്ക് മദ്ദിന്റെ കാര്യത്തിൽ പറയാം, ഹംസനെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെ? മദ്ദിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം, ഹംസനെ നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഒരു ഇഖ്ഫ ആണ് നിയമം വന്ന ആ അക്ഷരം നമുക്ക് തിരിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ പഠിച്ച നിയമം പറയാം, ഈ ലഹാറിന്റെ നിയമം നിങ്ങൾ പഠിച്ചതല്ലേ? മനുഷ്യന്മാരെ പഠിച്ചതല്ലേ? പഠിച്ചതാണ്. അത് ഞാൻ വിചാരിച്ച് അത് ഇടുന്നിരുന്നോ വരുന്നത്? ഇൽഹാറിന്റെ അക്ഷരങ്ങളൊക്കെ ഇടുന്ന വരുന്നത് തൊണ്ടേന്ന്. അത് ഇൽഹാറിന്റെ അക്ഷരേനു അല്ലേ? അത് ഇൽഹാറിന്റെ അക്ഷരേനു അല്ലേ? അത് തിരിഞ്ഞിട്ടില്ല. ഒന്നും വിചാരിക്കറേ, ആരും വിചാരിക്കാൻ. പടച്ചോന് വേണ്ടിട്ട് ഓതുന്നത് മുന്നിലുള്ള ഒരാളെ തെളിയിക്കണ്ട, അടുത്തിരിക്കുന്ന ആളെന്ന് വിചാരിച്ചോട്ടെ.
പിന്നെയോ ഒച്ചയില്ല ഓതുമ്പോ. അതാ ഒന്നാമത്തെ പ്രശ്നം. മറ്റൊരു പ്രശ്നം എന്താ ഒച്ചത്തിൽ ഓതിയാൽ? പള്ളിയിൽ നിന്ന് എല്ലാവരും ഓത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പള്ളിയിൽ പോയിട്ടിരുന്ന് നോക്കി എല്ലാവരും ഓത്ത് നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനാണ്. എന്തിനാ അങ്ങനെ പോകുന്നത്? ഇങ്ങനെ പേജ് മറിക്കുന്നുണ്ടാവും. ചെറുപറാ പേജ് മറിക്കലെന്നെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, അടിച്ചാക്ഷേപിക്കല്ല. ചെറുപറാ പേജ് മറിക്കണ്ടാവും. എന്തോ ഇത് കഴിഞ്ഞിട്ട് പണിയുണ്ടെന്നുണ്ടോ അല്ലെ, എന്തോ ഹത്തം തീർത്ത് എന്തോ ഇറങ്ങി വരുന്നൊക്കെ ഉള്ളത് പോലെ. ഞാൻ പറയട്ടെ, ഒച്ചത്തിൽ ഓതിയാലാണ് നമ്മുടെ പാരായണത്തിന്റെ ആ ശുദ്ധി പുറത്തേക്ക് വരുള്ളൂ. ഓതണം. ഓതിയാൽ മണിക്കണെങ്കിൽ ഒച്ചത്തിൽ തന്നെ ഓണം. എന്നിട്ട് ഒച്ചത്തിൽ ഓതണം. എന്നാലും ആ അയിനൊക്കെ പുറത്ത് വരിക. മനസ്സിലായില്ലേ? ഇപ്പൊ ഇപ്പോഴും ഇന്ന് മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഇതല്ലേ, അപ്പൊ വന്നില്ല അയിന്. അപ്പൊ നമ്മളെ തൊണ്ടയിൽ അയിനുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ബിതുങ്ങിയതാണ്, ചില സമയത്ത് ബിതുങ്ങുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഒരു നിയമം നമ്മൾ പറഞ്ഞു, ന്യൂനിനും മീമിനും ശബ്ദ കണ്ടാൽ ഇനി എന്ത് ചെയ്യണം? നമ്മള് മണിക്ക് തന്നെ വേണം. ഓക്കെ, ഒരു നിയമം കൂടി പറഞ്ഞൂടെ? ഒരു നിയമം കൂടി പറയാം, സമയമുണ്ട് നമുക്ക്. ഖുർആൻ നമുക്ക് കാണുന്നത് എന്താ? ഇവിടെ എന്താ കാണുന്നത്? മൻ യഅ്ബുദുല്ലാ, മൻ യഅ്ബുദുല്ലാ. എന്നാൽ നമ്മൾ എന്താ തോന്നുന്നത്? മൻ യഅ്ബുദുല്ലാ, മൻ യഅ്ബുദുല്ലാ. എന്താണ് ഇവിടെ നിയമം? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ആളുകൾക്ക് അറിയണ്ടാവും, എന്നാലും കഷ്ണമായിട്ട് പറയണ്ട. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇൽഹാറ് പഠിക്കുമ്പോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എന്ത്? ധാരാള് നൂനിന് സുക്കൂനിട്ട എന്താ? സാക്കിനായ നൂന്. ഇതെന്താള്? ഇതാരാണ്? തൻവീനാണ്. ഇതാരാണ്? ഇതും തൻവീനല്ലേ. അതെന്താണ്? സാക്കിനായ നൂന്. ഇത് രണ്ടാണ് നമ്മളെ മെയിന്. ഇൽഹാർ പറഞ്ഞപ്പോ നമ്മളിത് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ, സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇനി പറയുന്ന അക്ഷരങ്ങൾ വന്നാൽ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ മോൾ തന്നെ എഴുതി തരാം. നിങ്ങൾക്ക് കുറെ ആൾക്ക് കാണുന്നുണ്ടാവില്ല. മോൾ തന്നെ എന്ത് ചെയ്തു തരാം, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. ഞാൻ അടിയിൽ എഴുതുന്നില്ല. ഞാനിപ്പോ ഒരു മാർഗരേഖ ഇവിടെ വരക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. അതിന് മുന്നേ നമ്മൾ എത്ര ഇൽഹാറല്ല നമ്മൾ പഠിച്ചിട്ടുള്ളൂ? ഇഖ്ലാബ് നമ്മൾ പഠിച്ചില്ലേ? അറബിയിൽ എത്ര അക്ഷരങ്ങളാണ്? ഇന്നാ ചെറുതില്ലേ, നിങ്ങളൊക്കെ പെട്ടു. 28. അതില് ഇൽഹാറിൽ എത്ര അക്ഷരങ്ങളാണ്? പിന്നെ ഇഖ്ലാബിൽ എത്ര അക്ഷരാണ്? അപ്പൊ എത്ര? കുടുങ്ങി എത്ര? 28 6 പോയല്ലേ? 22 1 പോയല്ലേ? 21 അല്ലേ? 21 അക്ഷരാണ്. ഇനി ബാക്കിയുള്ള ഓക്കെ. ഇനി ഞാനൊരു റൂട്ട് മാപ്പ് വരക്കാം. ഇത് ആമേ ഇദ്ആം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. മനസ്സിലാക്കണേ. ഇത് വായിച്ചോട്ടെ ഒരാള്. യർമലൂന. ശ്രദ്ധിച്ചേ, യർമലൂന. ഒന്നാമത് ആദ്യം എന്താണ്? ഇദ്ഗാം, പിന്നെ ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. പിന്നെ ഞാൻ അടിയിൽ എന്ത് ചെയ്തി? യർമലൂന. കാണാത്താക്ക് ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം. ഇതക്ഷരം ലാമും റാഉം, ലാമും
റാഉ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിച്ചേർക്കുക. ഇദ്ഗാമിന് രണ്ട് തരമുണ്ട്. എത്ര തരമുണ്ട്? രണ്ട് തരമുണ്ട്. ഒന്ന് ഇദ്ഗാം ബി ഗുന്ന, ഒന്ന് ഇദ്ഗാം ബിലാ ഗുന്ന. എന്താണ് ഗുന്ന എന്ന് പറഞ്ഞാൽ? ഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക. അപ്പൊ ഇദ്ഗാം ബി ഗുന്ന മണിച്ചുകൊണ്ട് ഓതുന്ന ഇദ്ഗാമും ഉണ്ട്. ബി ലാ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, ബിലാ ഗുന്ന മണിക്കാതെ ഉണ്ട്. എന്നാലും ഇവിടെ കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താ? മണിക്കണം, കൂട്ടിച്ചേർക്കുക. അപ്പൊ കൂട്ടിച്ചേർത്ത് മണിക്കേണ്ടതുമുണ്ട്, കൂട്ടിച്ചേർത്ത്. ഇദ്ഗാം ബി ഗുന്നയുടെ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ ഇതാണ്. ഇദ്ഗാം എന്ന് പറയുന്ന ആളുടെ അക്ഷരങ്ങൾ ഏതാണ്? ഇതാണ്. യാ, റാ, മീം, ലാം, വാവ്, നൂന്. ഇതാണ് ആരുടെ അക്ഷരങ്ങൾ? ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ. നമ്മൾ പറഞ്ഞു ഇദ്ഗാം എന്ന് പറയുന്ന ആ മനുഷ്യന് രണ്ട് മക്കളുണ്ട്. ഒന്ന് ഇദ്ഗാം ബി ഗുന്ന, ഒന്ന് ഇദ്ഗാം ബിലാ ഗുന്ന. ഇതില് ഇദ്ഗാമായ വാപ്പ ബി ഗുന്നക്ക് കൊടുത്തതും ബിലാ ഗുന്നക്ക് കൊടുത്തത് സ്വത്ത് ഇതാണ്, യർമലൂന. സ്വത്ത് യർമലൂന എന്നേ. ഇനി ആർക്കൊക്കെ എന്തൊക്കെയാ കൊടുത്തത് നോക്കാം, സിമ്പിളായിട്ട് മനസ്സിലാകണ്ടോ പറയുന്നത്. ബിലാ ഗുന്നക്ക് രണ്ടെണ്ണത്തിനെ കൊടുത്തുള്ളൂ, ലാമും റാഉം. ലാമും റാഉം. ബാക്കിയൊക്കെ ആരെ പേരിൽ എഴുതി കൊടുത്തു? ബി ഗുന്നക്ക് എഴുതി കൊടുത്തു. ഇല്ല, ഈടെ അനീതി ഇല്ല, തജ്വീദിൽ അനീതി ഇല്ല, മക്കളുടെ പ്രശ്നം ഉണ്ടാവും. ഇദ്ഗാമാണ് വാപ്പ, രണ്ട് മക്കളാണ്, ഒന്ന് ബി ഗുന്ന, ഒന്ന് ബിലാ ഗുന്ന. മൊത്തത്തിൽ വാപ്പാക്കുള്ള സ്വത്ത് യർമലൂന. എത്ര അക്ഷരങ്ങളാ? 6 അക്ഷരങ്ങളാണ്. വാപ്പാക്ക് ഏറ്റവും സ്നേഹം ബി ഗുന്നയോടാണ്, ബിലാഗുന്നയോട് കുറച്ച് സ്നേഹം കുറവാണ്. അതുകൊണ്ട് തന്നെ ബിലാഗുന്നക്ക് എത്ര കൊടുത്തത്? 2. അത് ഏതൊക്കെയാണ്? ലാമും റാഉം അല്ലെ. എന്നാൽ സ്നേഹം നിറഞ്ഞ ബിഗുന്നക്ക് എത്ര കൊടുത്തത്? 4. ഇനി ഇതാ ഇവിടെ വെച്ചേ, നമ്മള് ഇതിൽ നിന്നിപ്പോ എത്ര ഓർക്കണം? എത്ര ഓർക്കണം? 6 കൂടി ഓർക്കണം. അപ്പൊ എത്രയായി? എത്രയായി? 15 അല്ലെ. 15. ഇനിയിപ്പോ ആ 15 പഠിക്കാനുള്ളൂ അല്ലെ. ഒറ്റ നിയമത്തിൽ അങ്ങ് തീരും ഇൻഷാ അല്ലാഹ്. നോക്കാം നമുക്ക്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇദ്ഗാമാണ്. നമ്മൾ പഠിച്ചത് ഇദ്ഗാം. എന്താണ് നിയമം? സാക്കിനായ നൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം ഇദ്ഗാമിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട യാ, റാ, മീം, ലാം, വാവ്, നൂന്, യർമലൂന. എളുപ്പത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയാൻ. ഈ അക്ഷരങ്ങളിൽ യാവും മീമും വാവും നൂനും വന്നാൽ ഇദ്ഗാം ബി ഗുന്ന ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. എങ്ങനെ? ഇദ്ഗാം നമ്മൾ ചെയ്യും, കൂട്ടിച്ചേർക്കും. പിന്നെയോ ബി ഗുന്ന, മണിക്കും. ഇനിയല്ല സാക്കിനായ നൂനോ തൻവീനോ ശേഷം ലാമും റാവുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബിലാ ഗുന്ന. എന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇദ്ഗാം കൂട്ടിച്ചേർക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യൂല? മണിക്കൂല. ഇനി ഇവിടെ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത്, ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്തോ? ബിലാ ഗുന്നനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഇപ്പൊ നമ്മുടെ പാരായണത്തിൽ നമുക്ക് എന്ത് പഠിക്കാം? ബി ഗുന്ന പഠിക്കാം. അവിടെ നിങ്ങൾ നോക്കുക, ഖുർആൻ നിങ്ങൾ നോക്കുക. എല്ലാവരും ഖുർആൻ നോക്കിക്കോ. വമിനന്നാസ്, മൻ അല്ലെ. മൻ എന്നുള്ള അവിടെ ഒരു നൂന് വന്നു. മൻ എന്നുള്ള അവിടെ എന്ത് വന്നു? നൂന് വന്നു. നൂനിന് എന്തുണ്ട്? നൂനിന്റെ മുകളില് അവിടെ കാണണ്ടാവില്ല അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു നൂനിന്റെ മുകളിൽ ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? സുക്കൂനുണ്ട്. പിന്നെ അതിനുശേഷം ഏത് അക്ഷരം വന്നു? യാ. യാ ആരുടെ അക്ഷരാണ്? ഇദ്ഗാമിന്റെയാണ്. ഇദ്ഗാമിൽ ആരുടേതാണ്? ഇദ്ഗാം ബിഗുന്നയിലുടേതാണ്. എന്ത് ചെയ്യണം? സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം, കൂട്ടിച്ചേർക്കണം, വിത്ത് മണിക്കണം. എങ്ങനെ?
മൻ യഅ്ബുദുല്ലാഹ് മൻ യഅ്ബുദുല്ലാഹ്. നമ്മള് ചില സമയത്ത് ഓതാൻ ഇങ്ങനെ ഫോം കയറിയാല് എല്ലാ അക്ഷരങ്ങളും ഞാൻ ക്ലിയർ ആക്കി ഓതാൻ പോവാണ്. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ. ഓതാൻ പറ്റോ? ഇല്ല, അത് ഫോം ആക്കിയിട്ട് തെറ്റിക്കാണ്. ശരിയല്ലേ? മണിക്കന്റെ അടുത്ത് മണിക്ക് തന്നെ വേണം. അപ്പോ മൻ യഅ്ബുദുല്ലാഹ് എന്തായി? ഒരു ചെറിയ അല്ലെ, നൂനിൽ ചെറിയൊരു അംശമുള്ളൂ അല്ലെ, അത് കൂട്ടിച്ചേർത്ത് ഏകദേശം എന്തായി? ഒരു 80% യാവും ഒരു 20% നൂനുള്ളൂ അല്ലെ. മൻ യഅ്ബുദുല്ലാഹ് എന്നുള്ള രൂപത്തിൽ മാറി. പിന്നെ അവിടെയുള്ള ആയത്തിൽ മറ്റൊരു നിങ്ങൾക്ക് ഇഷ്കാല് വരുന്ന ഒരു ഭാഗം, അത് ഖുർആനില് ചില ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. പിന്നെ തോതിയത് ഫഇൻ അസാബഹു ഖൈറുൻ ല്ലേ. എന്താ അവിടെ ഉണ്ട്? ഖൈറുൻ. പിന്നെ അവിടെയുള്ള എന്താ നമുക്ക് കാണാൻ കഴിയും, പിന്നുള്ളത് ഇത്സുമഅന്ന. ചില ആളുകള് ഖൈറുൻ തുമഅന്ന ഖൈറുൻ തുമഅന്ന കാണുന്ന അതാണ്, ഖുർആനിൽ കാണുന്ന എന്താണ്? ഖൈറുൻ തുമഅന്ന. എന്നാൽ എന്താണ് അവിടെ ശരിക്കും പാരായണം ചെയ്യുന്നത്? ഖൈറുനി തുമഅന്ന. അവിടെ നമ്മൾ കാണുന്നത് ഇതാണെങ്കിലും നമ്മൾ എങ്ങനെ മാറ്റണം എന്നറിയോ? അവിടെ ഇങ്ങനെ സുക്കൂനുള്ള ഒരു അലിഫ് അവിടെ ഉണ്ടാവും, അതിന് പ്രത്യേകിച്ച് ഉച്ചാരണമൊന്നുമില്ല. എന്നാൽ ഈ ഖൈറു എന്നുള്ളടത്തുള്ള സാധനം ഇങ്ങനെ വിട്ടിട്ടെ, കാണുന്നുണ്ടോ? കാണുന്നില്ല? ഇപ്പൊ കാണുന്നുണ്ടോ? ഖൈറുൻ തുമഅന്ന ഉണ്ടായത്. ഇപ്പൊ എന്തായി? ഖൈറു നി തുമഅന്ന. നിങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ തലയിൽ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഖുർആനിൽ അങ്ങനത്തെ ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എന്ത് ചെയ്യണ്ട? ഖൈറുൻ തുമഅന്ന ഓതാൻ പാടില്ല. ഇനി ഒരാൾ ഓതുമ്പോൾ നിർത്തി ഖൈർ എന്നിട്ട് ബാക്ക് നിന്ന് കൂട്ടി ഓതുന്നില്ല, ഓതാണ് എന്താ ഓതേണ്ടത്? ഇതുമഅന്ന എന്നാണ് ഓതേണ്ടത്. എന്നാൽ കൂട്ടി ഓതുമ്പോ ഖൈറുനി തുമഅന്ന എന്നാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. മനസ്സിലാവുണ്ടോ? ഒക്കെ ആദ്യം ഓദിപ്പിക്കുമ്പോൾ ചില ആളുകൾ മുഖത്തെങ്കിലും ഒരു എക്സ്പ്രഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ, അതങ്ങനെ ഓതുന്നത് എന്നുള്ളത്. അതാണിപ്പോ ക്ലിയർ ആക്കി തന്നത്. ഓക്കെ, ഇന്ന് ഇത്ര പോരെ? മതിയാവും. ഇദ്ഗാമിന്റെ കുറെ ഉണ്ട്, മനസ്സിലായില്ലേ? ഒന്നൊന്നും എന്താക്കാണ്ട് ഒന്ന് അതിന് വേണ്ടിയിട്ട് ഇരുത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് നോട്ടൊക്കെ എഴുതുന്ന സ്വഭാവം ഉണ്ടായാൽ കുറെ അൽഹംദുലില്ലാഹ് ഉഷാറാവും. ഇനി ഒന്നുകൂടി ഈ 3 ആയത്തുകൾ ഓതിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ആക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. يدعو لمن ضره
ലമാ ضره أقرب من نفعه لبئس المولى ولبئس العشير. ഒരു നിയമവും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുമില്ല, നമ്മൾ വഖഫിന്റെ നിയമങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളന്ന് സിലയുടേത് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് സില എന്ന് പറഞ്ഞാൽ? സില എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നിർത്താം, നിർത്താതിരിക്കുക എന്നാ പറഞ്ഞത്. നിങ്ങൾ എവിടെ മിൻ നഫ്ഇ എന്നുള്ള ഇവിടെ എന്താ ഉള്ളത്? സില ഉള്ളത് ജീമുള്ളത്. നഫ്ഇ എന്നുള്ളതിന് മുകളിൽ എന്താ ഉള്ളത്? നിങ്ങൾ ഖുറാനിലൊന്നും ഇല്ലേ? നിങ്ങൾ ആരും ഖുറാൻ നോക്കണില്ല. ജീമാണല്ലേ? ഇല്ലേ? ജീമില്ലേ? ജീമുണ്ട്. ജീമ് യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് നിർത്താം, നിർത്താതിരിക്കാം എന്നുള്ളതിനാണ് നിയമം. എന്നാൽ നിർത്തൽ എന്താണ്? ജായിസാണ്. നിർത്തൽ എന്താണ്? ജായിസാണ്. നിർത്തിക്കും എന്ന് നല്ലതേ. ശരിയല്ലേ? ആദ്യം എന്താന്ന് പറഞ്ഞു, പിന്നെ എന്റെ അഭിപ്രായം പറഞ്ഞു. എന്താണ്? നിർത്തുക. ജീമിന്റെ അവിടെ എന്ത് ചെയ്യാ? നമ്മള് നിർത്തിയിട്ട് തന്നെ എന്ത് ചെയ്യുക? ബാക്കി കൂട്ടി ഓതേണ്ടതില്ല. നിർത്തുക, ബാക്കി പാരായണം ചെയ്യുക. അപ്പോ വഖഫിന്റെ നിയമങ്ങളിൽ നമ്മൾ സിലയും പറഞ്ഞു, ജീമും പറഞ്ഞു. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളിൽ ഇൽഹാർ പറഞ്ഞു. പറ മനുഷ്യന്മാരെ, ഇൽഹാർ പറഞ്ഞു, ഇഖ്ലാബ് പറഞ്ഞു, ഇദ്ഗാമും നമ്മൾ പറഞ്ഞു. ഇനി കുറെ നിയമങ്ങളൊന്നും ബാക്കിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ആകെ എത്ര വാക്കേ ബാക്കിയുള്ളൂ? അക്ഷരങ്ങള് 15 അക്ഷരങ്ങളെ എന്തുള്ളൂ? ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് മനസ്സിലാക്കാനും തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ഖൈർ വന്നാൽ അവർ സുഖിച്ചങ്ങ് പോകും, പരീക്ഷണം വന്നാൽ അവർ നിഷേധികളും അവിശ്വാസികളുമായിട്ട് മാറും. അള്ളാഹുവിനോടല്ലാതെ മറ്റു പലരോടും അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവരെന്താണ്? അവർക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ചെയ്യാൻ കഴിയുന്നില്ല. അവരാണ് ശരിക്കുള്ള നഷ്ടക്കാരെന്ന് പറയുന്നത്. നാളെ പരലോകത്തുള്ള ഒരാളുടെ, അങ്ങനെ അവിശ്വസിച്ച ഒരാളുടെ എന്താണ് ഒരു വിലാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 13-ാമത്തെ ആയത്ത് അവിടെ പൂർത്തീകരിക്കാണ്. അള്ളാഹു പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.